ടണി ചാട്ടുണ്ട് ശ്രദ്ധിക്കും ഞാനെന്താ അറിയോ ഇത് ശ്രദ്ധിക്കാൻ കഴിയുന്നത് നിങ്ങൾ ഇതിൽ ഞാൻ ആക്കണം ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ആദ്യം ഒന്ന് കാണാം. ഇത് നമ്മളിപ്പോൾ രക്ഷാപ്രവർത്തന മേഖലയിൽ പോകുമ്പോൾ ബേസിക് കെട്ടാണ്. അതായത് പെട്ടെന്ന് അയക്കാനും പെട്ടെന്ന് കെട്ടാനും പറ്റിയ കെട്ട് അതാണ്. നമ്മൾ സാധാരണ കെട്ടുമ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ മുറുകി പോകില്ല, അപ്പോൾ പെട്ടെന്ന് അയക്കാൻ കിട്ടില്ല. അപ്പോൾ രക്ഷാപ്രവർത്തന മേഖല അത് പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് അയക്കും വേണം, പെട്ടെന്ന് കെട്ടും വേണം. ആ കെട്ടാണ്. ഓക്കെ, അതിൻ്റെ പേര് ക്ലൗ ഹിച്ച്. ക്ലൗ ഹിച്ച്. ക്ലൗ ഹിച്ച്. ക്ലൗ ഹിച്ച്. അപ്പോൾ അത് കെട്ടുന്ന രീതി ശരിക്കും നോക്കി മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ കയറിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കെട്ടി ഇങ്ങോട്ട് കെട്ടിപ്പോ. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ ഒരു ടീമാക്കി തിരിക്കേണ്ടത്. രണ്ടാണെങ്കിലും പഠിപ്പിച്ചാൽ മതി. പിന്നെ ഒരു നാണയം ഭക്ഷണത്തിന് വെക്കാനാണ്. നമ്മൾ കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് ശരിക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കയറ് കൊണ്ടുവരാൻ. കയറ് പിടിക്കുക. ഇത് വേറൊരു കെട്ടിന് കൂടി ഉപകാരമുണ്ട്, ഷെയർ നോട്ട് തന്നെ. അതുകൊണ്ടാണ് ഇതാണ് ബേസിക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. രണ്ടറ്റവും എത്തുന്ന സ്ഥലമായിരിക്കണം നമ്മൾ ഷെയർ നോട്ടിന് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്, സെൻറ്ററിൽ പിടിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇങ്ങനെ ഇതാ ഈ സ്പേസിൽ പിടിക്കുക. മനസ്സിലായി? ഇതേ സ്പേസിൽ രണ്ടറ്റവും ഇതേപോലെ ആയിരിക്കണം. വലത്തെ കൈ ഫ്രണ്ടിലേക്ക് ഡിസ്ക് ചെയ്യുക. ഒരു റൗണ്ടായില്ലേ? കണ്ടോ? ഒരു റൗണ്ടായി. ഇടത്തെ കൈ ബാക്കിലേക്ക് ഡിസ്ക് ചെയ്യുക. ഓക്കെ, വലത്തെ കൈ ഫ്രണ്ടിലേക്ക്, ഇടത്തെ കൈ ബാക്കിലേക്ക്. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് അടുപ്പിക്കണം. അപ്പോൾ രൂപം എന്തായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു രൂപമാണിത്. എന്താണ്? ലവ്, സ്നേഹത്തിൻ്റെ ചില. അല്ല, ഇത് തന്നെ. അല്ലേ? ഒന്ന് ഫ്രണ്ടിലേക്ക്, ഒന്ന് ബാക്കിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം? നേരെ അടുപ്പിക്കരുത്. നേരെ അടുപ്പിക്കേണ്ടത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. നേരെ അടുപ്പിക്കല്ല. ഇടത്തെ കൈൻ്റെ റൗണ്ടില്ലേ, ഇടത്തെ കൈൻ്റെ റൗണ്ട് ബാക്കിലേക്ക്, വലത്തെ കൈൻ്റെ റൗണ്ട് അടുപ്പിക്കുക. മനസ്സിലായോ? ഫ്രണ്ടിലേക്ക് ഡിസ്റ്റ് ചെയ്യുക, ബാക്കിലേക്ക് ഡിസ്റ്റ് ചെയ്യുക. ഇടത്തെ കൈയിൻ്റെ ബാക്കിലേക്ക്, വലത്തെ കൈയിൻ്റെ റൗണ്ട്. ഇല്ല, ഞാൻ ഇങ്ങനെ ഇട്ടാൽ എനിക്ക് മനസ്സിലാവില്ല. ഒരാളെ കൈമെടുമ്പോൾ മനസ്സിലാവും. ഉണ്ടോ? ഇതിൻ്റെ പറ്റുന്ന ഇതാ പെട്ടെന്ന് ലൂസാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഇടാൻ കഴിയുമോ മരത്തുമേല്? ഈ കെട്ടണമെങ്കിൽ ഇതിപ്പോൾ കുറ്റിയാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മൾ സാധാരണ ഈ ഫ്രീ ബോർഡൊക്കെ ഉണ്ടാക്കും നമ്മുടെ, അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ അടിയിൽ കുറ്റി അടിച്ചിട്ട് അതിലേക്ക് കെട്ടുമ്പോൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുക. പക്ഷേ മരത്തേക്ക് കെട്ടാൻ കഴിയുമോ? മരത്തേക്ക് കെട്ടണ്ടേ? അപ്പോൾ അതിനാണ് അത് ഞാൻ രണ്ടാമത് പറഞ്ഞത്. ആദ്യം ഇത് നിങ്ങൾ ചെയ്യും. എത്ര കാലത്ത്